My dear students, we are starting the third chapter of our social science text, Movements of the Earth, Rotation and Revolution. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൂവ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഇപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോഴേ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ എന്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇത് ജോഗ്രഫിയുടെ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിന് കുറച്ച് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ 9th-ലും 10th-ലും വരുന്നുണ്ട്. 10th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2, അതായത് ജോഗ്രഫിയുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററും ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു ചാപ്റ്ററും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇതിലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ ആ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ 9th-ലും 10th-ലും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ടൈറ്റിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എർത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം വെറും റൊട്ടേഷനും എന്താണ് റൊട്ടേഷൻ എന്താണ് റെവല്യൂഷൻ എന്ന് മാത്രമല്ല നമ്മളിവിടെ പഠിക്കുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത്, മൂവ്മെൻറ്റ്സ് ഓഫ് സൺ, എപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഗ്രീനിച്ച് ടൈം, ദെൻ ടൈം കാൽക്കുലേഷൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇങ്ങനെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 17 പേജസോളം നമ്മുടെ ഈ ചാപ്റ്ററിന് വരും. നമുക്കൊരു 3 പാർട്ട് 3 ഓർ പാർട്ട് 4 ഒരു 4 ക്ലാസ്സസ് ഈ ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓരോ ചാപ്റ്ററും ഓരോ ക്ലാസ്സും കൃത്യമായിട്ട് നിങ്ങൾ വ്യൂ ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്. വാട്ട് ഈസ് റൊട്ടേഷൻ ഓഫ് എർത്ത്? വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? റൊട്ടേഷൻ ഹാസ് സം ഇമ്പോർട്ടൻസ്, സം നോട്ട് സം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് റൊട്ടേഷൻ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ്? ദ സ്പിന്നിങ് ഓഫ് എർത്ത് ഓൺ ഇറ്റ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. അതായത് എർത്തിന് ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട് അല്ലേ? ആക്സിസ് നമുക്ക് ആ ചിത്രം ഒന്ന് കാണാം. ഇവിടെ നോക്കുക, ഈ നോർത്ത് സൗത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബ്ലൂ കളറിലുള്ള ഒരു ആക്സിസ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഒരിക്കലും പെർപെൻഡിക്കുലർ അല്ല, അത് ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ്. ഇവിടെ നിങ്ങളൊരു പെർപെൻഡിക്കുലർ കാണുന്നുണ്ട്, അതല്ല, നമുക്ക് സ്ലാൻഡിങ് പൊസിഷനിൽ കാണുന്ന നോർത്ത് സൗത്ത് എന്ന് എഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള അതാണ് ആക്സിസ്. സോ എർത്ത് has an axis, an imaginary axis, and the earth spin on its axis. It is called the rotation of the earth. So what is the importance of rotation? The earth takes 24 hours to complete one rotation. For completing one rotation, earth takes 24 hours, around 24 hours. But the correct time is 23 hours, 52 seconds, 52 minutes and 4 seconds. That is the correct time. 23 hours, 56 minutes and 4 seconds. പക്ഷെ നമ്മളിതിനെ ജനറലായിട്ട് 24 hours എന്ന് പറയുന്നു. ഇറ്റ് ഈസ് 1 day. So the rotation time is, for completing one rotation, earth takes 24 hours and we say that is 1 day. The earth rotates from west to the east. ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. എർത്തിൻ്റെ റൊട്ടേഷൻ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്ത് ഓൾവേസ് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്.
നോക്കുക, വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കായിരിക്കും എർത്തിൻ്റെ റൊട്ടേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് സണ്ണ് ഈസ്റ്റിൽ റൈസ് ചെയ്യുകയും വെസ്റ്റിൽ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് വി ഫീൽ. ഇറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. അതായത് സണ്ണ് കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമ്മൾ പറയുന്നത് റിയൽ അല്ല. ഇറ്റ്സ് ഓൺലി എ ഫീലിംഗ്. നമുക്കങ്ങനെ ഫീൽ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്നത് ആരാണ്? എർത്താണ് മൂവ് ചെയ്യുക. സോ എർത്ത് മൂവ്സ്, നോട്ട് ദ സൺ. ബട്ട് വി ഫീൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് ബിക്കോസ് ദ എർത്ത് മൂവ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ യഥാർത്ഥ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. പക്ഷേ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുന്നതൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വെസ്റ്റ് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ പെർമനൻ്റായിട്ട് നിൽക്കുന്ന ട്രീസൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലേ? നമ്മൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ മരങ്ങളൊക്കെ കിഴക്കോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് എല്ലാവർക്കും അറിയാം മരങ്ങളൊന്നും ഓടുന്നില്ല. ആരാണ് യഥാർത്ഥത്തിൽ ഓടുന്നത്? യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്ന ആരാണ്? നമ്മളാണ് മൂവ് ചെയ്യുക. നമ്മളാണ് ആ വെഹിക്കിളിനകത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ് തോന്നുന്നത്? അവിടെ വഴിയുടെ സൈഡിൽ നിൽക്കുന്ന ട്രീസൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. എങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും? നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഇതേ ഫീലിംഗ് തന്നെയാണ് നമ്മുടെ എർത്തിൻ്റെ മൂവ്മെൻറ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ദ ടു മെയിൻ എഫക്ട്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ഈസ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് കോറിയോലിസ് ഇഫക്റ്റ്. നിങ്ങൾക്ക് ഡേ ആൻഡ് നൈറ്റ് ആണ് എർത്തിൻ്റെ റൊട്ടേഷൻ്റെ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് റൊട്ടേഷൻ വാട്ട് ഹാപ്പൻ ഡേ ആൻഡ് നൈറ്റ്. ബട്ട് അനദർ തിങ് ഈസ് ദെയർ, കോറിയോലിസ് ഇഫക്റ്റ്. അത് നിങ്ങൾക്ക് ന്യൂ ആണ്. ടീച്ചർ അത് എന്താണെന്ന് പറഞ്ഞു തരാം. സോ ദ ടു മെയിൻ എഫക്ട്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ആർ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് കോറിയോലിസ് എഫക്റ്റ്. Then this is the rotation of earth. This diagram shows you how earth rotates, and this landing position of the axis is the reason for the importance of 23.5 degree latitude and 66.5 degree latitude. Look at the diagram. There is an orbital plane. The slanting position of this axis is 66.5 degree to the orbital plane, but it is 23.5 degree to the perpendicular. മനസ്സിലായോ? ഈ ഓർബിറ്റൽ പ്ലെയിനിലേക്ക് ഈ ആക്സിസിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്താൽ എത്ര കിട്ടും? 66.5 ഡിഗ്രി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആർട്ടിക് സർക്കിൾ അന്റാർട്ടിക് സർക്കിൾ എന്നുള്ള ലാറ്റിറ്റ്യൂഡുകളെ 66.5 ഡിഗ്രിയിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ആക്സിസിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി. പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ അത് അളന്നാൽ 23.5 ഡിഗ്രി കിട്ടും. അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും 23.5 ഡിഗ്രിയിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ ലാറ്റിറ്റ്യൂഡുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആക്സിസിൻ്റെ സ്ലാൻഡിങ് പൊസിഷനുമായിട്ട് എത്രയാണ് അതിൻ്റെ ഡിഗ്രി, അത് അനുസരിച്ചാണ് നമ്മൾ മെയിൻ ലാറ്റിറ്റ്യൂഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 0 ഡിഗ്രി, 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, ദിസ് ഈസ് റൊട്ടേഷൻ. സോ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് ദ spinning of earth on its axis from west to east. What is the main two effects of rotation? First one, day and night. Second one, Coriolis effect. The slanting position of the axis is the reason for the importance of the 66.5 degree and 23.5 degree. Okay. What is circle of illumination?
അങ്ങനെ ഒരു സംഭവമുണ്ട്, സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. The time taken for the earth to complete one rotation is 24 hours. During the rotation, the part of the earth facing the sun has daytime and the other part experiences night. നമുക്കൊരു ബോൾ വെച്ച് കാണിക്കാവുന്ന ഒരു ചെറിയ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മൾ സണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു ബൾബ് നമ്മൾ പ്രകാശിപ്പിക്കുന്നു. നമ്മളൊരു ബോള് എർത്തിൻ്റെ സ്ഥാനത്ത് വെക്കുന്നു. ഈ ബോളിൻ്റെ പ്രകാശം അടിക്കുന്ന ഭാഗത്ത് ഡേ ആണെന്നും അതിൻ്റെ ഓപ്പോസിറ്റ് നൈറ്റ് ആണെന്നും നമുക്കറിയാം. നമ്മൾ ആ ബോളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നൈറ്റ് ആയിരുന്ന പ്രദേശങ്ങൾ ഡേയിലേക്ക് വരുന്നു, ഡേ ആയിരുന്ന പ്രദേശങ്ങൾ നൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളതും റൊട്ടേഷനും നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് കാണിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ ആ എക്സ്പെരിമെൻ്റ് ചെറിയ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. സോ ഡ്യൂറിങ് റൊട്ടേഷൻ വാട്ട് ഹാപ്പൻ? എ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ has daytime and the part of the earth opposite to the sun experiences night. So day and night. The imaginary line that demarcates day and night on the earth is called a circle of illumination. അതായത് ഈ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത് 24 അവേഴ്സിനെ കറക്റ്റ് 12 അവേഴ്സ് എന്നുള്ളതല്ല. എർത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച്, ആക്സിസിൻ്റെ സ്ലാൻഡിങ് അനുസരിച്ച് ഡേ ടൈമും നൈറ്റ് ടൈമും സീസൺ മാറുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ടൈമിനും മാറ്റം വരുന്നു. എപ്പോഴും 12 അവേഴ്സ് എന്നുള്ളതല്ല ടൈം. ചിലപ്പോൾ അത് 11 അവേഴ്സ് 13 അവേഴ്സ്, 10 അവേഴ്സ് 14 അവേഴ്സ്, അല്ലെങ്കിൽ വിൻ്റർ ടൈമിൽ 14 അവേഴ്സ് നൈറ്റ് 10 അവേഴ്സ് ഡേ, 12 അവേഴ്സ് നൈറ്റ് 11 അവേഴ്സ് ഡേ ആൻഡ് 13 അവേഴ്സ് നൈറ്റ്. സമ്മർ ആകുമ്പോഴോ തിരിച്ച് ഡേ ടൈം ഇൻക്രീസ് ചെയ്യുന്നു, നൈറ്റ് ടൈം ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സമ്മർ വിൻ്റർ സീസൺ മാറുന്നതനുസരിച്ച് ഡേ ടൈമും നൈറ്റ് ടൈമും അതിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമാജിനറി സർക്കിളാണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ഈ സർക്കിൾ മാറുന്നതനുസരിച്ച് ഡേ ടൈമും നൈറ്റ് ടൈമും സീസൺ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിമാർക്കേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് ഈസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. അപ്പോൾ ഈ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ നോക്കിയാൽ നമുക്ക് എന്തറിയാം? ഈ സീസണിൽ ഡേ ടൈം ഇത്രയായിരിക്കും, നൈറ്റ് ടൈം ഇത്രയായിരിക്കും. അതനുസരിച്ചാണ് കലണ്ടറിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, എപ്പോഴാണ് സൺറൈസ്, എപ്പോഴാണ് സൺസെറ്റ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തുന്നത് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ അനുസരിച്ചാണ്. ഇറ്റ് ഈസ് എ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിമാർക്കേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഈസ് നോട്ട് പാരലൽ ടു ദ എർത്ത് ആക്സിസ്. ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു ദ എർത്ത് ആക്സിസ്. നമുക്ക് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഒന്ന് കാണാം. അതിൻ്റെ ഡയഗ്രാം ടീച്ചർ കാണിക്കാം. ഇതാണ്, നോക്കിക്കേ. നിങ്ങൾക്കൊരു റെഡ് കളറിൽ ഒരു സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഇങ്ങനെ കാണാം. അവിടെ എഴുതിയിട്ടുണ്ട് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ, കണ്ടോ? അപ്പോൾ ഇതനുസരിച്ചാണ് ഡേയും നൈറ്റും ഡിമാർക്കേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. അപ്പോൾ ഈ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ വിൻ്ററിലും സമ്മറിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ലാറ്റിറ്റ്യൂഡ് ചേഞ്ച് അനുസരിച്ച് അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിൻ്റർ ടൈമിൽ ദിസ് പോളാർ ഏരിയ 6 weeks ഡേ, 6 month ഡേ, 6 months നൈറ്റ്. പോളാർ ഏരിയയിലൊക്കെ 6 മാസം പകലും 6 മാസം രാത്രിയും ഒക്കെ ആകുന്നത് എങ്ങനെയാണെന്ന് ഈ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് കോറിയോലസ് എഫക്റ്റ്? റൊട്ടേഷൻ കൊണ്ട് ഒരു എഫക്റ്റാണ് കോറിയോലസ് എഫക്റ്റ്. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഫ്രീലി മൂവിങ് ബോഡീസ് ഓൺ എർത്ത് സർഫസ് ഗെറ്റ് ഡിഫ്ലീറ്റഡ് ഓൺ ദെയർ ഡയറക്ഷൻ. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, വേറെ ഒന്നും കൊണ്ടല്ല, ഈ എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട് ഫ്രീലി മൂവിങ് ബോഡീസ്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഏത് ബോഡിയും, അത് വിൻഡാകാം, എയറാകാം, വേറെ ഏതെങ്കിലും ഒരു ബോഡിയാകാം. ഫ്രീലി മൂവിങ് ബോഡീസ്, വാട്ട് ഹാപ്പൻ ടു ദ ഫ്രീലി മൂവിങ് ബോഡീസ്? ബിക്കോസ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഇറ്റ് ഗെറ്റ് ഡിഫ്ലീറ്റഡ് ഓൺ ദെയർ ഡിറക്ഷൻ. അത് ഏത് ഡിറക്ഷനിലാണോ വരുന്നത് അതിൻ്റെ ഡയറക്ഷൻ ഡിഫ്ലീറ്റ് ആയി പോകുന്നു, മാറിപ്പോകുന്നു. The force responsible for this defletion is known as Coriolis force. So,
ഒരു മൂവിങ് ബോഡി അതിൻ്റെ ഡയറക്ഷൻ ഡിപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണമല്ലോ. ഓക്കെ, ആ ഫോഴ്സിനെയാണ് പറയുക കോറിയോലിസ് ഫോഴ്സ്. സോ ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിപ്ലീഷൻ, ദിസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് നോൺ ആസ് കോറിയോലിസ് ഫോഴ്സ്. ആൻഡ് ഡിപ്ലീഷൻ ഇൻ ഡയറക്ഷൻ ഈസ് കോൾഡ് ഡോറിയോലിസ് ഇഫക്റ്റ്. അപ്പോൾ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ മാറ്റാനുള്ള ആ ഫോഴ്സ്, അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിനെയാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇനി എന്താണ് ഈ കോറിയോലിസ് എഫക്റ്റ്? ആ ഡിപ്ലീഷൻ ഇൻ ഡയറക്ഷൻ, ആ ഡിപ്ലീഷൻ ഡയറക്ഷനിൽ എന്ത് ഡിപ്ലീഷനാണോ വരുന്നത് അത് ചിലപ്പോൾ റൈറ്റിലേക്കായിരിക്കും ഡിപ്ലീറ്റ് ആകുക, ചിലപ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും ഡിപ്ലീറ്റ് ആകുക. അങ്ങനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒക്കെ ഡിപ്ലീറ്റ് ആകുന്ന ആ ഡയറക്ഷൻ ഡിപ്ലീറ്റ് ആകുന്നതിനാണ് എന്ത് പേര് പറയുക? കോറിയോലിസ് എഫക്റ്റ്. അപ്പോൾ കോറിയോലിസ് ഫോഴ്സും ഉണ്ട്, കോറിയോലിസ് എഫക്റ്റും ഉണ്ട്. രണ്ടിനെയും രണ്ടായിട്ട് മനസ്സിലാക്കുക. എന്താണ് കോറിയോലിസ് ഫോഴ്സ്? ഡിപ്ലീഷൻ സംഭവിക്കാൻ എന്താണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോറിയോലിസ് എഫക്റ്റ്? ഡിപ്ലീഷൻ സംഭവിക്കുന്ന ഡയറക്ഷനെയാണ് കോറിയോലിസ് എഫക്റ്റ് എന്ന് പറയുക. അത് റൈറ്റ് ആകാം, ലെഫ്റ്റ് ആകാം. ഓക്കെ, നോക്കുക, ദിസ് ഈസ് ദ ഡയഗ്രാം കോറിയോലിസ് എഫക്റ്റ്. നോക്കിക്കേ, നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ. കോറിയോലിസ് എഫക്റ്റ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഈ ഹെമിസ്ഫിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ. ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, this freely moving objects, it defleets towards right, and in southern hemisphere it defleets towards left. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ എപ്പോഴും ലെഫ്റ്റിലേക്ക് ഡിപ്ലീറ്റ് ആകുന്നു, അതിൻ്റെ ഡയറക്ഷനിൽ നിന്ന് വരുന്നതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിലോ അതെപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ്റെ റൈറ്റിലേക്ക് ഡിപ്ലീറ്റ് ആകുന്നു. നോർത്തിൽ റൈറ്റ്, സൗത്തിൽ ലെഫ്റ്റ്. അതാണ് കോറിയോലിസ് എഫക്റ്റ്. അപ്പോൾ ഈ ഡിപ്ലീഷൻ ഏത് ഡയറക്ഷനാണെന്ന് പറയുന്നതാണ് കോറിയോലിസ് എഫക്റ്റ്. അത് നോർത്തിൽ എങ്ങനെയായിരിക്കും? റൈറ്റ്. ലെഫ്റ്റിൽ എങ്ങനെയായിരിക്കും? സൗത്തിൽ എങ്ങനെയായിരിക്കും? ലെഫ്റ്റ്. ദിസ് ഈസ് കോറിയോലിസ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കോറിയോലിസ് എഫക്റ്റ് വേറെ ആരും കൊണ്ടൊന്നും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒന്നും കൊണ്ടൊന്നും കൊടുക്കുന്നതല്ല. ഡ്യൂ ടു ദ എർത്ത് റൊട്ടേഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ട് അവിടെ സ്വയം ക്രിയേറ്റ് ആകുന്ന ഫോഴ്സാണ് ഈ കോറിയോലിസ് ഫോഴ്സ്. സ്വയം ഉണ്ടാകുന്ന എഫക്റ്റാണ് കോറിയോലിസ് എഫക്റ്റ്. നമ്മളിത് കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് അവർ പോയിരുന്ന് ഒബ്സർവേഷനിലൂടെ ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തി. ഓക്കെ, അതാണ് കോറിയോലിസ് ഫോഴ്സും കോറിയോലിസ് എഫക്റ്റും. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. അപ്പോൾ ഡേയും നൈറ്റും ഉണ്ടാകുന്നത് റൊട്ടേഷൻ്റെ ഒരു എഫക്റ്റാണ്. കോറിയോലിസ് എഫക്റ്റ് അതിൻ്റെ സെക്കൻഡ് വണ്ണാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇത് വെച്ച് അഡ്മിറൽ ഫെറൽ ഈ കോറിയോലിസ് എഫക്റ്റ് കേട്ടപ്പോൾ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ആ മഹാനായ അഡ്മിറലിന് ഒരു ഐഡിയ തോന്നി. ഇത് വിൻഡിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണോ? വിൻഡ് ഫ്രീലി മൂവിങ് അല്ലേ? അപ്പോൾ അദ്ദേഹം പോയി അതിനെപ്പറ്റി അദ്ദേഹം സ്റ്റഡി ചെയ്തു. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തി ഈ വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പുതിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം ഒരു ലോ ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. അതിന് സ്വന്തം പേരാണ് കൊടുത്തിരിക്കുന്നത്, ഫെറൽസ് ലോ. സോ വാട്ട് ഈസ് ഫെറൽസ് ലോ? അഡ്മിറൽ ഫെറൽ ഡിസ്കവേർഡ് ദാറ്റ് ഡ്യൂ ടു കോറിയോലിസ് എഫക്റ്റ് ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്സ് ചേഞ്ച് ദെയർ ഡയറക്ഷൻ. ഓഷ്യൻ കറൻസും വിൻഡും ഈ കോറിയോലിസ് എഫക്റ്റ് കൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. നോർത്തിലും ചേഞ്ച് ചെയ്യുന്നു, സൗത്തിലും ചേഞ്ച് ചെയ്യുന്നു. They defleated towards right in the northern hemisphere and towards left in the southern hemisphere. This is known as Ferrel's law. So, Ferrel discovered that ocean currents and winds defleated towards right in the northern hemisphere and defleated towards south in the southern hemisphere. So, right in the northern hemisphere, left in the southern hemisphere. This is called a Ferrel's law. അപ്പോൾ കോറിയോലിസ് എഫക്റ്റിനെ ഓഷ്യൻ കറൻസും വിൻസും വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് അതിൻ്റെ ഫെറൽസ് ലോ എന്ന് പറയുക. അത് പ്രത്യേകം കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആയതുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് എ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ഫെറൽസ് ലോ ആൻഡ് കോറിയോലിസ് എഫക്റ്റ്.
ബോത്ത് ആർ സെയിം, ബോത്ത് ആർ സെയിം. എനി ഒബ്ജക്റ്റ് എന്ന് നമ്മൾ അപ്പുറത്ത് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് പേര് പറയണമെന്നേ ഉള്ളൂ? പർട്ടിക്കുലർലി ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്സ് എന്ന് പറയണമെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നെന്ന് നമ്മൾ കോറിയോലിസ് എഫക്റ്റിൽ പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയണം? ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്സ് ചേഞ്ച് ദെയർ ഡയറക്ഷൻ ബിക്കോസ് ഓഫ് ദിസ് കോറിയോലിസ് എഫക്റ്റ്. നോർത്ത്, റൈറ്റ്, സൗത്ത്, ലെഫ്റ്റ്. ദെൻ അടുത്ത ഒരു മൂവ്മെൻറ്റിലേക്ക് പോവുകയാണ്. എർത്തിൻ്റെ രണ്ടാമത്തെ മൂവ്മെൻ്റ് ആണ് റെവല്യൂഷൻ. വാട്ട് ഈസ് റെവല്യൂഷൻ? വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? വൈൽ റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ആക്സിസ് ദ എർത്ത് revolve round the sun in a fixed orbit, an elliptical orbit. Earth rotate round the sun in an elliptical orbit. എന്താണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്? ഇങ്ങനെ ഇരിക്കുന്ന, നമ്മൾ കോമ്പസ് വെച്ച് വരയ്ക്കുന്നതല്ല എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇങ്ങനെ കുറച്ച് അല്ലേ, ഒരു എഗ്ഗിൻ്റെ സൈഡ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ആ ഒരു പൊസിഷനാണ് എലിപ്റ്റിക്കൽ. സോ ദ വൈൽ റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ് ആക്സിസ്, എർത്ത് ഭയങ്കര സംഭവമാണ്. സ്വന്തമായിട്ട് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതെന്ത് ചെയ്യുന്നു? എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ആ ഓർബിറ്റ് മാറുന്നില്ല, ഫിക്സ്ഡ്, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ഒരു ഫിക്സ്ഡ് ഓർബിറ്റിലൂടെ അത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. ഇതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുക. ദ ടൈം ടേക്കൻ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഇൻ ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ് 365 and 1/4 day. 365 ഒരു 1/4 ഡേ. 1/4 ഡേ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു 6 hours കൂടി വരും അല്ലേ? 6 hours. ഒരു ഡേയുടെ 1/4, അപ്പോൾ 6, 24 hours അല്ലേ? അപ്പോൾ 6 × 4, ഓക്കെ, 6 hours കൂടി വരും. ഈ 6 hoursനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ മാറ്റിയിടും. എന്നിട്ട് 4 years കൂടുമ്പോൾ നമ്മൾ ആ 6 hours 4 years ആവുമ്പോൾ 1 day ആവും. അപ്പം നമ്മൾ 366 എന്ന് നമ്മൾ ടോട്ടൽ 1 yearനെ ആക്കുന്നു. അതാണ് നമ്മൾ എന്ത് പറയുക? അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുക. ലീപ്പ് ഇയർ. ഇപ്പം 2024 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു. ആ ഒരു 1 day അധികം വരുന്നത് നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്യുന്നു? ഫെബ്രുവരിക്ക് കൊടുക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഫെബ്രുവരിക്ക് കൊടുക്കുന്നത്? പാവം, ഫെബ്രുവരിയാണ് 28 ഡേയ്സേ അതിനുള്ളൂ. ബാക്കി എല്ലാ മന്തിനും 30 or 31 ഉണ്ടല്ലേ? 30-31 ദിവസം ബാക്കി എല്ലാവർക്കും ഉണ്ട്. പാവം നമ്മുടെ ഫെബ്രുവരിക്ക് മാത്രമേ 28 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ 4 years കൂടുമ്പോൾ 6 + 6 + 6 + 6, അപ്പോൾ എത്രയായി? 1 day. അത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഫെബ്രുവരിക്ക്. അപ്പോൾ ലീപ്പ് ഇയേഴ്സിൽ ഫെബ്രുവരിക്ക് 29 days കാണും. 29. ടോട്ടൽ 1 year എന്ന് പറയുന്നത് എത്രയാവും? 365 + 1, 366 ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ. ഇപ്പോൾ 2024 ലീപ്പ് ഇയർ ആയിരുന്നു. അപ്പോൾ ഇനി എന്നായിരിക്കും ലീപ്പ് ഇയർ വരുന്നത്? +4 കൂട്ടുക, 2028 അടുത്ത ലീപ്പ് ഇയർ ആയിരിക്കും. ഈ 6 hours ആണ്, മനസ്സിലായല്ലോ? ഈ 6 hours ആണ് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് മാറ്റി അവിടെ വെക്കും അല്ലേ? നമ്മൾ മാറ്റി അവിടെ വെച്ചിട്ട് അതിനെ ആഡ് ചെയ്ത് 4 years കൊണ്ട് അതിനെ 1 day ആക്കി നമ്മൾ 366 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ലീപ്പ് ഇയറിൽ ഫെബ്രുവരിക്ക് എത്ര ദിവസം കാണും? 29. So what is revolution? While rotating on its axis, the earth revolves round the sun in a fixed elliptical orbit. That is called a revolution. Because of this revolution, what happened? The seasons ഒക്കെ ഉണ്ടാകുന്നത് ഈ റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ ഡിഫറൻസ് ഇൻ സീസൺ. ദിസ് ഈസ് ദ ഡയഗ്രം ഓഫ് റെവല്യൂഷൻ. ഇവിടെ നോക്കുക, എർത്തിൻ്റെ പൊസിഷൻ കണ്ടോ? എർത്ത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സണ്ണിനെ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ 4 പൊസിഷൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് ദ സ്ലാൻഡിങ് പൊസിഷൻ ഓഫ് ദി ആക്സിസ്. ദ ആക്സിസ് ഈസ് ഓൾവേസ് ഇൻ ദ സെയിം സ്ലാൻഡിങ് പൊസിഷൻ. ദർ ഈസ് നോ ഡിഫറൻസ്. കണ്ടോ? സ്ലാൻഡിങ് പൊസിഷൻ, ആ എർത്തിൻ്റെ ആക്സിസ് അതിൻ്റെ സ്ലാൻഡിങ് പൊസിഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അത് ഫസ്റ്റ് എർത്തിൻ്റെ പിക്ചറിലാണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും ഫോർത്ത് ആണെങ്കിലും ആ പൊസിഷൻ ഒരിക്കലും മാറുന്നില്ല. കണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് സീസൺസ് ഒരേ കാലയളവിൽ നമുക്ക് വരാനുള്ള കാരണം. ഓക്കെ,
അടുത്തത് വാട്ട് ഈസ് പെരിഹിലൻ? വാട്ട് ഈസ് പെരിഹിലൻ ആൻഡ് അഫിലിയൻ? അഫീലിയൻ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? പെരിഹിലൻ ആൻഡ് അഫിലിയൻ. അഫിലിയൻ, പെരിഹിലൻ. അപ്പം ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ചില പൊസിഷനിൽ എർത്ത് റിവോൾവ് ചെയ്ത് വരുമ്പോൾ സണ്ണുമായിട്ട് വളരെ ക്ലോസ് ആവും. എന്നാൽ ചില പൊസിഷനിൽ എത്തുമ്പോൾ സണ്ണുമായിട്ട് വളരെ ലെങ്ത് ആവും, അല്ലേ? ലോങ് ഡിസ്റ്റൻസ് ആവും. അപ്പം മിനിമം ഡിസ്റ്റൻസ് വരുന്ന ചില പൊസിഷൻസ് ഉണ്ട്, മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന ചില പൊസിഷനുണ്ട്. ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് മാക്സിമമാണ്, എന്നാൽ ഫോർത്ത് പൊസിഷനിലേക്ക് വരുമ്പോൾ നോക്കിക്കേ കുറച്ച് മിനിമമാണ്. അപ്പം മാക്സിമം മിനിമം വരുന്നുണ്ട്. അപ്പം അത് വെച്ചാണ് നമ്മൾ എന്ത് പറയുക? ഈ പെരിഹിലൻ ആൻഡ് അഫിലൻ. അഫിലിയൻ, പെരിഹിലൻ. സിൻസ് ദ എർത്ത് ഓർബിറ്റ് ഈസ് എലിപ്റ്റിക്കൽ, there will be a difference in the distance between the earth and the sun. There is a difference in the distance between earth and the sun. The day on which the earth comes closest to the sun, the closest, ഏറ്റവും അടുത്ത് വരിക, closest to the sun, the day on which the earth comes closest to the sun during the revolution, that is 147 million kilometers, is known as perihelion. അതായത് അതിൻ്റെ റിവോൾവ് ചെയ്ത് വരുമ്പോൾ ഏത് ഡേയിലാണോ എർത്ത് സണ്ണുമായിട്ട് ക്ലോസസ്റ്റ് ആയിട്ട് വരിക, എത്ര ക്ലോസ് വന്നാലും അത് എത്ര മില്യൺ കിലോമീറ്റേഴ്സ് വരും? 147. അതിനെയാണ് നമ്മൾ പെരിഹിലൻ എന്ന് പറയുക. ദിസ് ഹാപ്പൻസ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ഇതെപ്പോഴും ജാനുവരിയിലാണ് എർത്തിന് ആ പൊസിഷൻ കൈവരിക്കാൻ പറ്റുക. ജാനുവരി, ഓക്കെ? കൃത്യം പറഞ്ഞാൽ ജാനുവരി 3. The distance between the sun and the earth will be at a maximum. അത് മാക്സിമം എത്ര വരാം? 152 മില്യൺ കിലോമീറ്റേഴ്സ്. 152 മില്യൺ കിലോമീറ്റേഴ്സ്, അതാണ് മാക്സിമം. ആ ഡേ ആണ് പറയുക ദ മന്ത് ഓഫ് ദ ജൂലൈ. ഇറ്റ് കംസ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് വരുന്നത് ജൂലൈയിലും, കറക്റ്റ് പറഞ്ഞാൽ ജൂലൈ 4th ആണ്. മിനിമം പൊസിഷനിലേക്ക് വരുന്നത് അഫിലനും, മാക്സിമം പൊസിഷനിലേക്ക് വരുന്നത് പെരിഹിലനും. അപ്പോൾ പെരിഹിലൻ എന്ന് പറയുന്നത് എന്താണ്? 147 മില്യൺ കിലോമീറ്റേഴ്സ് ആയിട്ട് നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള പൊസിഷൻ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നു, അതാണ് പെരിഹിലൻ. എന്നാൽ അഫിലനോ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് വരുന്നു, മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകുന്നു, അതാണ് അഫിലൻ. 152 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് അഫിലൻ, 147 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് പെരിഹിലൻ. മിനിമം മാക്സിമം, മിനിമം മാക്സിമം, അത് ഓർത്ത് വെച്ചോണം. മിനിമം മാക്സിമം. അപ്പം പെരിഹിലൻ, അഫിലിയൻ. ഓക്കെ? അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് ഈ പെരിഹിലനും അഫിലനും കറക്റ്റായിട്ട് കാണാം. അഫിലൻ, പെരിഹിലൻ. ഓക്കെ? അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മൂവ്മെൻ്റാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? അതിൻ്റെ റൊട്ടേഷനും അതിൻ്റെ റെവല്യൂഷനും. റൊട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു, റെവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസും പഠിച്ചു. അതിനിടയ്ക്ക് നമ്മളൊരു വളരെ പുതിയൊരു കാര്യം പഠിച്ചു, കോറിയോലസ് എഫക്റ്റ്. ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ദർ ജനറേറ്റ് എ ഫോഴ്സ്, കോറിയോലസ് ഫോഴ്സ്, ഫെറഡേസ് ലോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് പഠിക്കേണ്ടത് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. സണ്ണിൻ്റെ ചില മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമുക്ക് നാളെ പഠിക്കേണ്ടത്. അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, സമ്മർ സോളിസിറ്റൈസ്, വിൻ്റർ സോളിസിറ്റൈസ്, ആൻഡ് ഓറ, ആൻഡ് ഇക്വിനോക്സസ്. All these are in the next class. Thank you, children. Thank you so much. May God bless you all.